ഇതെപ്പോഴാണ് ഈ കൃത്യം നടന്നത്? ഇവിടെ കൃത്യം നടന്നത് ഏകദേശം ഒരു 6 മണി 6 മണിയോടുകൂടി, അതായത് സന്ധ്യ സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രവാസി കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. ഈ ഷമി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ, അതായത് ഈ കൊലപാതകം നടത്തിയിരിക്കുന്ന ആളുടെ ഫാദർ എന്ന് പറയുന്നത് പ്രവാസിയാണ്. അയാൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇവനെ പറ്റിയിട്ട് നമ്മളിവിടെ തിരക്കുമ്പോൾ ഇവൻ വേറെ കുഴപ്പക്കാരനായിട്ട് ആരും പറയുന്നില്ല. ഒരു സാധാരണ പയ്യൻ എന്നുള്ളതേ അറിയാവൂ, ആൾക്കാർക്കൊക്കെ അറിയാവൂ. പക്ഷേ ഇത്രത്തോളം വലിയ ഒരു മാരകമായ രീതിയിൽ ഒരു 6 പേരെ അറ്റാക്ക് ചെയ്യാത്ത രീതിയിൽ നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്താൽ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ഒന്ന്, ഒരു അപരിചിതയായ പെൺകുട്ടി ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അതാകാനായിട്ട് സാധ്യതയില്ല. ആ പെൺകുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ആ അഫെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഇങ്ങനെ വന്നതോ അല്ലെങ്കിൽ ഇവരുമായിട്ട് വല്ല തർക്കമോ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആ പെൺകുട്ടിയെ തന്നെ മാരകമായിട്ട് പിന്നെ അതൊരു വലിയ ഒരു വെടിവെക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ആയുധം ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവളെ ഇനി അല്ലെങ്കിൽ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പറയാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ വന്ന് ഇപ്പോൾ ഇത് ഇവിടുത്തെ പഴയ ബ്ലോക്ക് പ്രസിഡൻ്റാണ്. ഞങ്ങളിതിവിടെ വന്ന് അറിഞ്ഞുടൻ തന്നെ ഞങ്ങൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയി 2 ബോഡിയും കണ്ടായിരുന്നു. അതായത് ആ പെൺകുട്ടിയുടെ ബോഡിയും അതുപോലെ ഈ കൃത്യം ചെയ്തിരിക്കുന്ന അവൻ്റെ ഒരു ബ്രദർ അനുജൻ 13 വയസ്സുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോയിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ അവിടെ പോയി കണ്ടു. കാരണം വളരെ ഹൃദയഭേദകമായിരുന്നു കാഴ്ചയെന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുകയാണ്. അത് ഏത് സമയം എന്തും സംഭവിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് 6 പേരെ അറ്റാക്ക് ചെയ്തെങ്കിലും അതിൽ രക്ഷപ്പെടാനായിട്ട് ഒരല്പമെങ്കിലും സാധ്യതയുള്ളതിന് ഈ ഉമ്മ എന്ന് പറയുന്ന ആൾ മാത്രമാണ്. ബാക്കി 5 പേരും പോയി കഴിഞ്ഞു. കാരണം ഒന്നെന്ന് പറയുന്നത് ഇവൻ്റെ വലിയാപ്പായും വലിയമ്മയും, പിന്നെ വാപ്പയുടെ ഉമ്മ. അങ്ങനെയാണ് 5 ഇത് കൂട്ടി 6 പേര്. അപ്പോൾ അതിൽ ഒരാൾ മാത്രം ചിലപ്പോൾ രക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഈ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യത്തിൽ അത് ഇതുവരെ ആരും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഞങ്ങൾ കൂട്ടായിട്ട് അവിടെ എല്ലാവരുമായിട്ട് തിരക്കിയിട്ട് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഇന്ന് അവർക്കൊരു അരമണിക്കൂർ കൂടി അത് വെച്ചേക്കാൻ പറ്റൂ. അത് കഴിഞ്ഞ് അവർ മോർച്ചറിലേക്ക് മാറ്റും. അതിനു മുമ്പ് ആരെങ്കിലും വന്നാൽ മാത്രമേ അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ആ കുട്ടിയുടെ കെയർ ഓഫിൽ ആരും വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെ ഉള്ളതാണെന്നും അറിയില്ല. അതെ.